സുധാകരൻ മികച്ച ഒരു KPC അധ്യക്ഷൻ തന്നെ അല്ലായിരുന്നു. ഉറപ്പായിട്ടും 18 സീറ്റ് ജയിച്ചില്ലേ. അദ്ദേഹം അടക്കം 1,10,000 വോട്ടിനും, കാസർഗോഡ് 1 ലക്ഷം വോട്ടിനും, വടകരയിൽ 1.5 ലക്ഷം വോട്ടിനും ഒക്കെ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസ് ജയിക്കുന്ന, ഇലക്ഷൻസിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുന്ന ഏറ്റവും മികച്ച ഇപ്പോഴും കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വികാരവും ആവേശവുമാണ് കെ സുധാകരൻ. അത് ഒരു സംശയമില്ല. KPCCയിൽ പുനഃസംഘടന നടന്നിരിക്കുന്നു. വർക്കിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിരിക്കുന്ന PC വിഷ്ണുനാഥ് MLA ആണ് ഒപ്പം ചേരുന്നത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഒപ്പം തന്നെ ഈ ഒരു ടീം എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായി എല്ലാ മേഖലകളും ടച്ച് ചെയ്തിട്ടുള്ള ഒരു ടീമാണ്. ഇതിൽ പ്രതീക്ഷയുണ്ട്. ആണ് എല്ലാവരും ഇലക്ഷൻ എക്സ്പേർട്സുമാണ്. ഒരു വെല്ലുവിളിയുള്ള സീറ്റുകളൊക്കെ ജയിക്കുന്ന ആളുകളാണ്. അടൂർ പ്രകാശ് ആണെങ്കിൽ ആറ്റിങ്ങൽ ജയിക്കുന്നു, ഷാഫി ആണെങ്കിൽ വടകര ജയിച്ചിട്ടുണ്ട്. കണ്ണൂർ പോലെ പ്രയാസമുള്ള ഒരു മേഖലയിൽ പാർട്ടിയെ ദീർഘകാലം DCC പ്രസിഡന്റായി നയിച്ച സണ്ണി ജോസഫ് പ്രസിഡന്റായിട്ട് വരുന്നു. അനിൽകുമാറിനെ പോലെ ദീർഘകാലം പാർലമെന്ററി രംഗത്തും പാർട്ടി രംഗത്തും പ്രവർത്തിച്ച അനുഭവ സമ്പത്തുള്ള അദ്ദേഹം വരുന്നു. അപ്പോൾ ഒന്ന് വലിയ വെല്ലുവിളികളെ ഏൽപ്പിച്ചപ്പോഴൊക്കെ അത് വിജയിപ്പിച്ച ഒരു സംഘം ആണ് പാർട്ടിയുടെ ദേശീയ നേതൃത്വം ഈ പുതിയ കാലത്തിൻ്റെ വെല്ലുവിളികളെയും ഒരു തെരഞ്ഞെടുപ്പിനെയും നേരിടാൻ വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. അതന്നെ, ഇനിയിപ്പോൾ മുന്നിലുള്ള പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നല്ല 2 തെരഞ്ഞെടുപ്പുകൾ വരികയാണ്. അതിനെ നേരിടുക എന്നുള്ളതാണല്ലോ ഈ ഒരു ടീമിന്റെ പ്രധാന ചുമതല. തീർച്ചയായും പഞ്ചായത്ത് ഇലക്ഷൻ, അസംബ്ലി ഇലക്ഷൻ, സംഘടനാപരമായ അതിനെ ശക്തിപ്പെടുത്തണം. നിരവധിയായ ജനകീയ പ്രശ്നങ്ങളുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളും ഈ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ അതൃപ്തിയുള്ളവരാണ്. കശുവണ്ടി തൊഴിലാളികൾ, കയറുതൊഴിലാളികൾ, കൈത്തൊഴിൽ തൊഴിലാളികൾ, സർക്കാർ ജീവനക്കാർ, പെൻഷൻ വാങ്ങുന്നവർ, മത്സ്യത്തൊഴിലാളികൾ, നെൽകർഷകർ, PSC പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾ, ആരാണ് ഈ സർക്കാരിനെ അനുകൂലിക്കുന്നത്? പക്ഷെ അവരുടെ എല്ലാം പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വരും ദിവസങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഈ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 വർഷമായി അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന അതിൽ ഒരു നേതൃത്വം വരുന്നു. ഒപ്പം തന്നെ ഒരു പുതിയ UDF ചെയർമാൻ കൂടെ വരികയാണ്. എങ്ങനെയുണ്ട് അടൂർ പ്രകാശ്? തീർച്ചയായും അടൂർ പ്രകാശ് പറഞ്ഞല്ലോ, കോന്നി, ആറ്റിങ്ങൽ തുടങ്ങിയ പാർട്ടി ഏൽപ്പിച്ച പ്രയാസകരമായ ദൗത്യങ്ങൾ വിജയിപ്പിച്ച അടൂർ പ്രകാശിന് അദ്ദേഹവും ഈ പറഞ്ഞ പോലെയാണ്. അദ്ദേഹം പണ്ട് പത്തനംതിട്ടയും കൊല്ലവും കൂടെ ഒരുമിച്ചുള്ള കൊല്ലം ജില്ലയിലെ KSU പ്രസിഡന്റായി പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം കൊല്ലവുമായി ബന്ധമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹവും KSU തലത്തിൽ നിന്നും വന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള പരിചയവും എല്ലാം തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്കും ഗുണമാകും. ഇനി MLAയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ചെങ്ങന്നൂരിലെ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ പാർട്ടിയിലുള്ളവർ പോലും PC വിഷ്ണുനാഥ് തീർന്നു എന്ന് പറഞ്ഞു. അവിടെ നിന്നൊരു ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പിൽ വിനയത്തോടുകൂടി പറയുന്ന അഹങ്കാരമൊന്നുമല്ല. ഞാൻ എൻ്റെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ശ്രീ സജി ചെറിയാനെയാണ് പരാജയപ്പെടുത്തിയത്. 2ാമത്തെ തെരഞ്ഞെടുപ്പിൽ CS സുജാത ആയിരുന്നു എനിക്കെതിരെ മത്സരിക്കാനുണ്ടായത്. ആ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് വേണ്ടി എനിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ഞാൻ പരാജയപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമാണ്, പരാജയം ഉണ്ടാകും, ജയം ഉണ്ടാവും. പക്ഷെ ഞാൻ എന്നിട്ട് നേരെ പാർട്ടി പ്രവർത്തനത്തിനാണ് പോയത്. ഞാൻ 2016 പരാജയപ്പെട്ടു. എന്നെ 2017 AICCയുടെ സെക്രട്ടറി ആക്കി. ഞാൻ നേരെ പാർട്ടി പ്രവർത്തനത്തിന് പോയി. അത് ഇപ്പോൾ 21 പാർട്ടി എന്നോട് കുണ്ടറയിൽ വന്ന് മത്സരിക്കാൻ പറഞ്ഞു. അവിടെയും ബഹുമാനപ്പെട്ട മുൻ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മയ്ക്കെതിരെ മത്സരിച്ചു. പാർട്ടി പ്രയാസമുള്ള ഉത്തരവാദിത്തങ്ങളും പ്രയാസമുള്ള ചുമതലകളും തന്നപ്പോഴൊക്കെ നമ്മൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിക്കൊപ്പം എന്നാൽ ഇത്തരത്തിലുള്ള സ്ഥാനങ്ങളിൽ ഞാൻ എപ്പോഴും ഒരു പാർട്ടിയാണ് എൻ്റെ പ്രധാനം. പാർലമെന്ററി രംഗത്ത് കിട്ടുന്ന അനുഭവങ്ങളും അവസരങ്ങളും ഉണ്ടെങ്കിൽ പോലും സന്തോഷം കൂടുതൽ കിട്ടുന്നത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ്. ഞാനൊരു അടിമുടി പാർട്ടിക്കാരനാണ്. ഒരു കാര്യം കൂടെ, അതായത് അതൃപ്തി സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു പുതുമയല്ല. ഇപ്പോൾ തന്നെ ആന്റണിയുമായി ബന്ധപ്പെട്ട പലരും അതൃപ്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പാർട്ടിക്ക് പരിഹരിക്കാൻ കഴിയുമോ? അതൊരു പ്രശ്നം ഒന്നുമില്ല. ഒന്ന്, കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, ആ മാറ്റത്തിനെ പാർട്ടിയെ തയ്യാറെടുപ്പിക്കുക. അതിനിപ്പോൾ ഈ വന്ന പാർട്ടിയുടെ നേതൃത്വമൊന്നുമല്ല, ഈ കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാരും കൂടെ വിചാരിച്ചാലേ നടക്കത്തുള്ളൂ. അപ്പോൾ ആ വികാരവും വിചാരവും എല്ലാവർക്കും ഉണ്ടാകും. സുധാകരൻ മികച്ച ഒരു KPC അധ്യക്ഷൻ തന്നെ അല്ലായിരുന്നു. ഉറപ്പായിട്ടും 18 സീറ്റ് ജയിച്ചില്ലേ. അദ്ദേഹം അടക്കം 1,10,000 വോട്ടിനും, കാസർഗോഡ് 1 ലക്ഷം വോട്ടിനും, വടകരയിൽ 1.5 ലക്ഷം വോട്ടിനും ഒക്കെ പ്രയാസമുള്ള സ്ഥലങ്ങളിൽ പോലും കോൺഗ്രസ് ജയിക്കുന്ന, ഇലക്ഷൻസിൽ കോൺഗ്രസിനെ ജയിപ്പിക്കുന്ന ഏറ്റവും മികച്ച ഇപ്പോഴും കേരളത്തിലെ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് വികാരവും ആവേശവുമാണ് കെ സുധാകരൻ. അത് ഒരു സംശയമില്ല. MLA പറഞ്ഞത് അതാണ്. അതായത് കെ സുധാകരന്റെ നേതൃത്വത്തിൽ നല്ലൊരു ടീം ഉണ്ടായിരുന്നു. അതിനേക്കാൾ മികച്ചു നിൽക്കുന്ന പ്രവർത്തനങ്ങൾ 2 തിരഞ്ഞെടുപ്പുകൾ വരുന്നു. അതിനുള്ള പ്രവർത്തനങ്ങളുമായിട്ടായിരിക്കും KPCCയുടെ പുതിയ നേതൃത്വം മുന്നിലേക്ക് പോവുക. രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.